സിലോപ്പിയ ഭയങ്കര കട്ടി. പക്ഷെ നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെയുള്ളതാണ് കേട്ടോ. നാട്ടിലെ കണക്ക് തന്നെയുള്ള സിലോപ്പിയ. കുടലുമെല്ലാം കളഞ്ഞു വരുന്നുണ്ട്, പാടില്ല. കുറച്ച് വീട് കഴിഞ്ഞാൽ മതി നല്ലതായിട്ട്. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിലോപ്പിയയുടെ റോസ്റ്റാണ്. ഇപ്പം നമ്മളൊരു 600 ഗ്രാം ഉള്ള ഒരു സിലോപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെല്ലാം കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുക. ഇനി അതിന് ചേർക്കേണ്ട കൂട്ടുകൾ നമുക്ക് ഫിഷ് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എടുത്തേക്കുന്നത്. സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം, ഉപ്പ്, കറിവേപ്പില, ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പേസ്റ്റ്. ഇനി മീൻ്റെ റോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പൊടികളാണിത്. സ്വല്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി, കടുക്, ഇച്ചിരി മസാലക്കൂട്ട്, ഇത്രയും കൂടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ള മസാല എടുക്കാം. ഇത് വറുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായെങ്കിൽ എണ്ണ ഇട്ടു. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മീൻ വറുക്കാൻ വെക്കുകയാണ്. കുക്കറിനകത്തോട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ മീൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കടുകിടുക. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ മസാല ഇടാം. നമ്മുടെ അടുത്തത് അരിഞ്ഞ് വെച്ചേക്കുന്നത് കുത്തി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. ഇത് പച്ചമുളകുണ്ട്. എടുത്തത് 2 സവാളയും 1 തക്കാളിയും എടുത്തിരുന്നത്. ഇറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കഴിയും. സ്വല്പം ഉപ്പിടുകയാണ്. പെട്ടെന്ന് പാടും.
ഉള്ളിയും തക്കാളിയും ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ അന്നേരം ബാക്കി മസാലകൾ ഇടുവാണ്. സ്വല്പം നെയ്യ് പരട്ട് വന്നു. ഇനി ഫിഷ് എടുത്ത് ഇതിലോട്ട് വെക്കാൻ പോകും. ബാക്കിയുള്ള മസാലയും കൂടെ പുറത്ത് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അത് അല്ലാതെ വേണമെങ്കിൽ തന്നെ പാനിനകത്ത് വെച്ച് അടച്ചു വെച്ച് വേവിച്ചാലും പറ്റും. അപ്പം ബേക്ക് ചെയ്യാൻ സൗകര്യം ഉള്ളതുകൊണ്ട് ബേക്ക് ചെയ്യും. ദോശയുടെ ഉപ്പിട്ടൊന്ന് ഇതൊന്ന് കലക്കിയിട്ട് നമുക്ക് വേണോ? ദോശ വേണോ? അമ്മമ്മ ദോശ ഇടുന്ന വേണോ? വേണോ? നോക്കിയേ, ഇങ്ങനെ ദോശ ഇടുന്ന നോക്കിയേ. എങ്ങനെയാ ദോശ ഇടുന്ന? എങ്ങനെ? നമ്മുടെ മീൻ റോസ്റ്റ് റെഡി ആയെന്ന് നമുക്ക് നോക്കാം. തുറന്ന് നോക്കാം റെഡി ആയെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം, വീഡിയോ കാണണം.